കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു എന്ന് കോൺഗ്രസുകാരും സംഘപരിവാറുകാരും തമ്മിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം വിട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം. അത് ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇനി യൂറോപ്പിലായിക്കോട്ടെ. ഒരു യുവദമ്പതികളുടെ അനുഭവത്തിന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങ് ഇറ്റലിയിലാണ്. ഫുഡ് പോയിസൺ ഉണ്ടായതിനു ശേഷം അലർജിക്കായി അതുമായി ബന്ധപ്പെട്ട് അവിടെ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവം കേട്ടിട്ട് കേരളം എന്താണെന്നും കേരളത്തിന്റെ ഗതികേടായിട്ട് മാറിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിന്റെ കാലന്മാരായിട്ടുള്ള പ്രതിപക്ഷം ഈ നാട്ടിലെ സർക്കാർ മേഖലയിലെ ആശുപത്രികളെ തകർക്കാൻ നടത്തുന്ന നീക്കം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വിലയിരുത്താം. വൈഫിന് ഒരു ഫുഡ് കഴിച്ചിട്ട് അലർജി ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവര് നോക്കിയിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് എന്ത് പറഞ്ഞു, അലർജിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫാർമസിയിൽ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി, എന്ത് ചെയ്യാ, എന്നിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്താൽ എന്താ അതിന്റെ ഇതെന്ന് അറിയാന്ന് പറഞ്ഞു. കഴിച്ചതിൽ ഏതിനാണ് പ്രോബ്ലം എന്നുള്ളത് അറിയാന്ന് വേണ്ടി പറഞ്ഞു. അപ്പം നമ്മൾ ഇറ്റലിയിലാണ്. അപ്പം വേൾഡ് സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ ഒക്കെ ആണല്ലോ യൂറോപ്പിലൊക്കെ ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു ഫാർമസിയിൽ ഇത് ബുക്ക് ചെയ്യാൻ വന്നതാണ് അലർജിക്കുള്ളത്. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയേക്കണത് അടുത്ത വർഷം ഫെബ്രുവരി 2026 ഫെബ്രുവരി 16 തീയതി. അതെ, അപ്പോഴത്തേക്ക് എനിക്കറിയില്ല ഇവര് അത് എങ്ങനെയാണ് ഇവർ ചെയ്യണതെന്ന്. എന്റെ ഫ്രണ്ടിന് ഇതുപോലെ ഒരു വട്ടം നടുവേനയായിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് അവൻ അതിനുള്ള ഇത് കിട്ടിയത്. ബാക്കിയൊക്കെ ഓക്കെയാണ് ഇവിടുത്തെ ഹെൽത്ത്. അയ്യോ അയ്യോ, ഇവിടെ നമുക്ക് ഒന്നും, അതെ, അതായത് നമുക്ക് സ്വന്തമായിട്ട് ഡോക്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് ഇതുപോലെ അപ്പോയിന്റ്മെന്റ് ഒരു ഫുഡ് അലർജിയുടെ അത് അതാണ് ഞാൻ സാധനമൊക്കെ പിടിക്കാൻ വലിയ കാര്യത്തിൽ വന്നു. ഞാൻ പറഞ്ഞ് നാളെ മറ്റന്നാളെ നമുക്ക് ചെയ്യാം, ഞാൻ നോക്കിയിട്ട് ലീവ് എടുക്കാന്ന് പറഞ്ഞാണ്. 2026 ഫെബ്രുവരിയിലാണ് നമുക്ക് എന്തുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം യൂറോപ്പിലൊക്കെ വന്ന അസുഖം വരുത്താണ്ട് നോക്കുക. ഇവിടെ ആൾക്കാർക്ക് വേൾഡ് ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ഇവിടെ ആൾക്കാർ അവരുടെ ആരോഗ്യം നോക്കണോണ്ടാണ്, അല്ലാതെ മെഡിക്കൽ ഫെസിലിറ്റിയും ബാക്കി കാര്യങ്ങളും നന്നായിട്ടൊന്നുമല്ല. ഹോസ്പിറ്റലിൽ പോയാലേ അതെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ചോദിച്ചതൊക്കെ കളഞ്ഞ് നാട്ടിലേക്ക് വന്നൂടെന്ന്. ആഗ്രഹമില്ലാണ്ടല്ല സഹോദരന്മാരെ, സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ, വേറെ വല്ല സർജറിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണെങ്കിൽ ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയാം. പക്ഷെ അലർജി ടെസ്റ്റ് ചെയ്യാൻ, അതെ, അലർജി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ 1 കൊല്ലം വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചാൽ നമ്മള് ഒരു പിടുത്തവും ഇല്ല. ഞങ്ങൾ മരിച്ചില്ലെങ്കിൽ കാണാം. ശരി, അപ്പൊ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. കേട്ടല്ലോ, പരിതാപകരമാണ്. ഫുഡ് പോയിസൺ ഉണ്ടായി അതിനെ സംബന്ധിച്ചുള്ള രക്തപരിശോധനയ്ക്ക് 2026 ഫെബ്രുവരിയിലേക്ക് ഡേറ്റ് ഇട്ട് കൊടുത്തു. നമ്മുടെ ഇവിടെ ഒരു സ്കാനിങ്ങിന് 2-3 മാസം, അതും സ്കാനിങ്ങിന്. ഇത്തരം എമർജൻസി കേസുകൾക്ക് ചെന്നു കഴിഞ്ഞാൽ ആശുപത്രികളിൽ സഡനായിട്ട് കാഷ്വാലിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ട ചികിത്സ ലഭിക്കും. അഡ്മിറ്റ് ചെയ്ത് തുടർ പ്രവർത്തനം നടത്തും, മെഡിസിൻ തരും. പിന്നെ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചില തീയതികൾ തരുന്നത്. അത് സ്വകാര്യ മേഖലയിൽ കാശുള്ളവർ ചെല്ലുകയാണെങ്കിൽ ഉടനടി തന്നെ കിട്ടുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ കാശ് കൊടുത്താൽ പോലും ചികിത്സയില്ല. അവർക്കൊരു ഡോക്ടറെ കാണണമെങ്കിൽ 2026 ഫെബ്രുവരി വരെ കാത്തിരിക്കണം. ഇതാണ് പുറത്തുള്ള അവസ്ഥ. ഈ നാട്ടിൽ ഒരു ഇറ്റലിക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരു ഫുഡ് പോയിസൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി ചികിത്സ കിട്ടുമോ ഇല്ലയോ? അത് ഏത് ആശുപത്രി ആയിക്കോട്ടെ, മെഡിസിൻ കൊടുക്കുമല്ലോ. മരുന്ന് മേടിച്ച് കഴിച്ച് ഉടൻ തന്നെ നമുക്ക് ആ രോഗത്തിൽ നിന്നൊരു മുക്തി ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അവിടെ പോയി പണവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് അവർ പറയുകയാണ് ആരോഗ്യ മേഖല നമ്മുടെ നാട് തന്നെയാണ് മസ്റ്റ്. അവിടെയുള്ള അവർ സ്വന്തം ആരോഗ്യം നോക്കുന്നത് കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ വരുന്നില്ല. അസുഖം വന്നു പോയാൽ പെട്ടതാണ്. ഈ നാട്ടിൽ അങ്ങനെ പ്രശ്നമുണ്ടോ? ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ മേഖല മുഴുവൻ വെന്റിലേറ്ററിലാണ്, തകർന്നു എന്നിവർ പ്രചരിപ്പിക്കുമ്പോൾ മറ്റിടങ്ങൾ നടക്കുന്ന ഈ സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കുന്നുണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ. ഇത് ഈ സന്ദർഭത്തിൽ കാട്ടുന്നത് കേരളത്തിന്റെ കാലന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഉദ്ദേശം സ്വകാര്യ മേഖലയിലുള്ള കുത്തകമാരിൽ നിന്ന് ഇലക്ഷന് വേണ്ടി ഫണ്ട് മേടിച്ചിട്ട് ഇവരെയെല്ലാം അവിടേക്ക് എത്തിക്കണം, എന്നിട്ട് സാധാരണക്കാരന്റെ പോക്കറ്റ് കീറിച്ച് അതിന്റെ ഔദാര്യം പറ്റാനുള്ള പണിയാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. യൂറോപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ എന്താണ് ചികിത്സയുടെ അവസ്ഥയെന്ന് ആ 2 യുവാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വളരെ കൃത്യമായി തെളിയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നാട്ടുകാർ തന്നെ വിലയിരുത്തൂ നമ്മുടെ നാട്ടിലെ ആശുപത്രികളും ആരോഗ്യ സംവിധാനങ്ങളും എത്രത്തോളം മെച്ചമാണ്. ഒരു സംഭവം ഉണ്ടായാൽ അതോടെ കഴിഞ്ഞു എന്നിവർ പ്രചരിപ്പിക്കുന്നത് വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയാണ്. ആരുടെ? സർക്കാർ മേഖലയുടെ. എന്തിന്?
അത് കൂട്ടുകച്ചവടത്തിന്റെ ഭാഗം മാത്രം. ആ സമരങ്ങൾക്ക് പിന്നിലെ സ്പോൺസർമാരും ഈ ആശുപത്രിയുടെ മുതലാളിമാരാണെന്ന് ആരും മറക്കണ്ട. അവരാണ് ഇതിപ്പോൾ ഈ രീതിയിൽ സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം.